മഴക്കാലമായിട്ടും കുടിവെള്ളം ലഭ്യമാകാതെ ദുരിതമനുഭവിക്കുന്ന കുറച്ച് കുടുംബങ്ങളുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ പാലാഴിയിലാണ് സംഭവം. വാട്ടർ അതോറിറ്റിയിലും ഗ്രാമപഞ്ചായത്തിലും പരാതി നൽകിയിട്ടും കുടിവെള്ളം ഇവർക്കിപ്പോഴും കിട്ടാക്കനിയാണ്. പാലാഴി പാറക്കണ്ടി മീത്തലിലെ 7ഓളം കുടുംബങ്ങൾക്കാണ് കുടിവെള്ളം ഒരു സ്വപ്നമായി തുടരുന്നത്. കുഴൽക്കിണറുകൾ കുഴിച്ചെങ്കിലും വെള്ളം ലഭ്യമായില്ല. പിന്നീടുള്ള ആശ്രയം ജപ്പാൻ കുടിവെള്ളമായിരുന്നു. മാസങ്ങളായി അതും ലഭിക്കുന്നില്ല. വെള്ളമില്ലെങ്കിലും ബില്ല് വരുന്നത് മുടങ്ങിയിട്ടുമില്ല. ജപ്പാൻ വെള്ളം ഉണ്ടെന്ന് പേര്, പക്ഷെ ഒരു തുള്ളി വെള്ളം വരലില്ല. ഞങ്ങൾക്ക് ഇട്ടപ്പോൾ വന്നതാണ്. ഇപ്പോൾ ബില്ല് മാസം 2000-3000 റുപ്യ ബില്ല് വരുന്നുണ്ട്. ഞങ്ങൾ ആരോടെ പരാതി പറയാം? ഇത് മറ്റേ വാർഡ് മെമ്പറോട് പറഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യാന്ന് പറയുന്നുണ്ട്. ഇത് പിന്നെ വാട്ടർ അതോറിറ്റി ജപ്പാൻ വെള്ളത്തോടും പോയി അവിടെയും പോയി പറഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ ആവൂല. മലയത്തും എന്ത് ചെയ്യാനാണ്? ഇത് ടാങ്കിനെക്കാളും ഇവിടെ ഹൈറ്റ് കൂടുതലാണ്, വെള്ളം കിട്ടാൻ പ്രയാസമാണെന്നാണ് പറയുന്നത്. പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുക? വിഷുവിന് വെള്ളം വന്നതാ, ഇപ്പോൾ ഓണം വരാറായി. വെള്ളമില്ലാത്തതിനാൽ സമീപത്തെ വീടുകളിലെത്തി ചുമന്നുകൊണ്ട് വേണം കുന്നിൻ മുകളിലെ വീടുകളിലേക്ക് എത്തിക്കാൻ. വാട്ടർ അതോറിറ്റിയിലും ഗ്രാമപഞ്ചായത്തിലുമെല്ലാം കുടുംബങ്ങൾ പരാതി നൽകിയിരുന്നു. എന്നാൽ പരിഹാരമുണ്ടായില്ല. കുളിക്കാനും അലക്കാനുമടക്കം മറ്റു വീടുകളെയാണ് ഇവർ ആശ്രയിക്കുന്നത്. മഴക്കാലമായതോടെ ടാങ്കുകളിൽ പിടിച്ചുവെക്കുന്ന മഴവെള്ളം താൽക്കാലിക ആശ്വാസമാണ്. ഇതാണ് പ്രാഥമികാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. സ്വന്തമായി വീടുകൾ ഉണ്ടായിട്ടും ചിലർ വാടക വീടുകളിലേക്ക് മാറുകയും ചെയ്തു. 8-9 മാസമായി ഇപ്പം വെള്ളമില്ലാത്തതിൻ്റെ പ്രശ്നമായിട്ട്. ഇപ്പം വാർഡ് മെമ്പറോട് പറഞ്ഞു. അതുപോലെ വാട്ടർ അതോറിറ്റിയിലേക്ക് വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്ത് ഇന്നും കൂടി വിളിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും ഇപ്പോൾ തന്നെയാണ് കോൾ തന്നെയാണ് പോവുക. പക്ഷേ ഇവരൊന്നും അതിൻ്റെ നടപടി എടുക്കാൻ ശ്രമിക്കുന്നില്ല. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിട്ടാണ് ഇപ്പം ഇങ്ങനെ ഇവിടെ തന്നെ താമസിക്കുന്നത്. അതേസമയം മോട്ടോർ കേടായതിനാലാണ് ചില വീടുകളിൽ മാത്രം കുടിവെള്ളം എത്താത്തതെന്നാണ് ഗ്രാമപഞ്ചായത്തിന്റെ വിശദീകരണം. കുടിവെള്ളം ഓരോ മനുഷ്യന്റെയും അവകാശമാണ്. ഈ കുന്നു കയറിയാണ് ഈ പാവപ്പെട്ട ജനത സ്വന്തം വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നത്. അധികൃതർ എത്രയും പെട്ടെന്ന് ഇടപെട്ട് ഇവരുടെ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തിയേ മതിയാവൂ. KP ഷൗജീവിനോടൊപ്പം അനഘ റീജ ഭരതൻ, അമൃത ന്യൂസ്, കോഴിക്കോട്.